Hi all, magic morning. Magic morning. Okay, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? Yes. Okay, fine. അപ്പം ഫസ്റ്റിന് ഞാൻ നല്ലൊരു ദിവസം നേരുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. Magic morning. ഓക്കെ സിന്ധു മാം. അപ്പം ഇന്ന് നമ്മള് നല്ലൊരു സെഷൻ തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത്. ഹാപ്പി റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ നമ്മൾ എല്ലാവരും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പം ഇത് എന്തായാലും എല്ലാവർക്കും നല്ലൊരു സെഷൻ തന്നെയായിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സെഷൻ എടുക്കാൻ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ മാസ്റ്റർ ട്രെയിനർ ആയിട്ടുള്ള നാഫിസാർ ആണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സോ എന്റെ ടോപ്പിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോ പറഞ്ഞു ഹാപ്പി റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നാഫിസാർ ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ് വെൽക്കം. മ്യൂട്ടാണ് മൈക്ക്. ഇല്ല സാറിന്റെ മൈക്കും മ്യൂട്ടാണ്. ഹലോ. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, എക്കോ അടിക്കുന്നുണ്ടോ? ഇല്ല. നോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എല്ലാവർക്കും സന്തോഷമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു മെഡിറ്റേഷൻ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഞാനും കാലങ്ങൾക്ക് ശേഷമാണ് ഒരു കൂടുതൽ സമയം മെഡിറ്റേഷനിൽ ഇരിക്കുന്നത്. നമുക്ക് ബന്ധങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം നടന്നിരുന്നു. 100 പ്രൊഫസേഴ്സിനെ വെച്ചിട്ട് മനുഷ്യന് എങ്ങനെയാണ് സമാധാനം ലഭിക്കുന്നത്, മനുഷ്യന് സന്തോഷം ലഭിക്കുന്നത് എങ്ങനെയാണ്, അതിന് ശരിക്കുള്ള ഉറവിടം എന്താണ്, അവിടെ ദീർഘമായുള്ള ഒരു പഠനത്തിൽ ഒരു സെമി കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളത്. കാരണം ആ ഒരു ദീർഘമായ പഠനമായിരുന്നു. കുറെ പ്രൊഫസേഴ്സ് അവർ മരിച്ചു പോയിട്ടുണ്ട്. പരിപൂർണമായ കൺക്ലൂഷൻ എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പഠനങ്ങൾ സെമി കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സെമി കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളത് നല്ല ബന്ധങ്ങളാണ്. നല്ല ബന്ധങ്ങളാണ് മനുഷ്യന് സമാധാനം നൽകുന്നത്. ഒരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ പലർക്കും ചില പ്രയാസം ഉണ്ടായേക്കാം. ഉള്ള സമാധാനങ്ങൾ കളയുന്നതാണോ ഇപ്പോഴത്തെ ബന്ധങ്ങൾ എന്നുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ബന്ധങ്ങളാണ് സമാധാനം നൽകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ കേൾക്കുന്ന ഇങ്ങനെ ഒരു സംസാരം കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ബന്ധങ്ങളിലേക്ക് ഒന്നിങ്ങനെ ആലോചിക്കേണ്ടതുണ്ട്. എല്ലാവരും എനിക്ക് ഇപ്പൊ എല്ലാവരും മാരീഡ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മാരീഡ് ആവണമെന്നില്ല. നമ്മുടെ രക്ഷിതാക്കളോട് നമ്മളെ ബന്ധം, നമ്മുടെ പേരനോടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ഫ്രണ്ട്സിനോടുള്ള ബന്ധം, ഈ ബന്ധത്തിലെല്ലാം 10ൽ എത്ര മാർക്ക് നിങ്ങൾ നൽകും? ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിൽ എത്ര മാർക്കാണ് നിങ്ങൾ നൽകുന്നത്? ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ പറ്റാവുന്നവരാണെങ്കിൽ ഒന്ന് ഓപ്പൺ ആക്കി സംസാരിക്കാം. ഇത്ര ഒരു ഐഡിയൽ റിലേഷൻഷിപ്പ് അല്ല ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മൾ ഏത് പേഴ്സണൽ ടെസ്റ്റ് ആണെങ്കിലും ഐഡിയൽ ആയി എനിക്ക് ഇത്ര ഉഷാറാവേണ്ടതുണ്ടല്ലോ എന്ന് കരുതിയിട്ടുള്ളതല്ല. ഇപ്പോൾ ലൈവായിട്ട് എനിക്ക് എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധിയും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇണയോട് സംസാരിക്കുമ്പോൾ അതിലെല്ലാം റിലീഫ് കിട്ടാറുണ്ട്. എൻ്റെ മക്കളോട് കൂടെ കളിക്കുന്ന സമയത്ത് എനിക്ക് റിലീഫ് കിട്ടാറുണ്ട്. എൻ്റെ ഫ്രണ്ട് സർക്കിളിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
അപ്പൊ ഞാൻ എല്ലാ കാര്യവും മറക്കും. ആ ഒരു ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പും നിങ്ങൾ നൽകുന്ന ഒരു മാർക്ക് എത്രയാണ് ഔട്ട് ഓഫ് 10? പറയുന്നവര് പറയാം, 10 അല്ലെങ്കിൽ 10 സാറേ. ഓക്കെ പറയൂ. 10 10 പറയാ. 10 ഫാമിലിയിൽ 10 10 പറയാം. 10 സാർ. പറയാൻ വേണ്ടി പറയണമെന്നല്ല, റിയൽ ആണെങ്കിൽ ഓക്കെ. അല്ലല്ല, റിയൽ ആയിട്ട് പറയണത്. ഓക്കെ പാർട്ണറോട് റിയൽ ആയിട്ട് പറയണ സാറേ. പാർട്ണറോട് കറക്റ്റ് ആയിട്ട് 10 10 മാർക്കാണ്. ഓക്കെ ഓക്കെ. മക്കളോടുള്ള വിഷയത്തിലാണോ പ്രീത മാഡം? അല്ല, പാർട്ണറോട്, ഭർത്താവിനോട്, പാർട്ട്ണറോട്. മക്കളോടുള്ള വിഷയത്തിലോ? മക്കളോടുള്ള വിഷയത്തിൽ അതെ, ഓക്കെ ഓക്കെ. തീർച്ചയായും. ഗുഡ്. വെൽ വെൽ. സാറേ ഞാൻ എന്റെ ഹസ്ബൻഡിനോടല്ല എന്റെ മക്കളോട്. യെസ് യെസ്. ഹസ്ബൻഡ് ഇത് കേൾക്കുന്നില്ലല്ലോ. കേട്ടാലും പ്രശ്നമില്ല, കാരണം അവരല്ല എന്റെ കൂടെ എന്റെ ഇതായിട്ട് നിക്കണത്, എന്റെ മക്കളാണ്. ഓക്കെ ഓക്കെ. എന്റെ വെൽ വെൽ. മക്കളും. ഓക്കെ. ബാക്കി സാർ ഒന്ന് ബാക്കിയുള്ളവരൊന്ന് പറയൂ. കമന്റ് ചെയ്താലും മതി, പറയാൻ പ്രയാസമുള്ളവര്. ഓക്കെ. 8 9 ഓക്കെ. ഞാൻ ഈ സമയം ചോദിക്കാൻ ഒരു കാരണം കാര്യം കൂടി പറയട്ടെ സാറേ. പറഞ്ഞോളൂ ഒന്നും മാഡം. ഒന്നും തന്ന് സഹായിച്ചില്ലെങ്കിലും കൂടെ നിന്ന് സമാധാനിപ്പിക്കാനെങ്കിലും അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മള് എത്രയോ ഉയരങ്ങളിലേക്ക് എത്തും. പക്ഷെ അതുപോലെ ഇല്ലെങ്കിൽ നമ്മളെ മക്കളെ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ. യെസ് യെസ്. അത് ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടാവും ഓരോരുത്തർക്ക്. അതാണ് നിങ്ങൾ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ ഒരു 7 9 യെസ്. ഓക്കെ ഓക്കെ. കൂടുതൽ പേരും ഒരു എബോവ് 6 7 ആണ്. കുറച്ച് പേര് പറഞ്ഞില്ല, കുറച്ച് പേര് റെസ്പോൺസ് ചെയ്തിട്ടില്ല. റെസ്പോൺസ് ചെയ്യാതിരിക്കുന്ന കാരണം ഒന്നുമല്ല, ഇപ്പോഴാണ് ആലോചിക്കുന്നത് ഞാനും അവരുള്ള ബന്ധത്തിന്റെ ഒരു സ്കോർ എത്ര എന്നുള്ളത്. അതില് ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യലാണ് വളരെ പ്രയാസമുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ബന്ധങ്ങൾ എന്നുള്ളത് ഏത് ബന്ധങ്ങളാണ് ഒരു ആക്സെപ്റ്റ് റിയാലിറ്റി ആണ്. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരു യാഥാർത്ഥ്യം എന്താണ്? എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. എന്റെ പോലെയല്ല എൻ്റെ ഇണ. എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അല്ല എൻ്റെ ഇണക്കുള്ളത്. എൻ്റെ സ്വപ്നങ്ങളല്ല എൻ്റെ മക്കൾക്കുള്ളത്. ചർച്ച ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളല്ല എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളത്. എല്ലാവരും യുണീക്കാണ്. ഈ ഒരു ബോധ്യം മറക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. ഉദാഹരണത്തിന്, ആരെങ്കിലും മാരീഡ് അല്ലെങ്കിൽ ഒന്ന് കാര്യങ്ങൾ പങ്കുവെക്കണം. കാരണം ആ ഒരു വിഷയം പറയുന്നത് ഒന്നും കൂടി കൂടുതൽ നമുക്ക് ക്യാച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? എനിക്ക് എങ്ങനെ സ്നേഹം കിട്ടണമെന്നാണോ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആ ഒരു വേവിലായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഏത് വിഷയത്തിലാണോ ഞാൻ നമ്മുടെ ഇണയോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് പരാതിപ്പെടുന്നത്, നീ എന്നെ ഗൗനിക്കുന്നില്ല, നീ എന്നെ സ്നേഹിക്കുന്നില്ല, ഏത് വിഷയത്തിലാണോ ആ പരാതിപ്പെടുന്നത്, അപ്പൊ ആ വിഷയത്തിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഭാര്യയോട് ഇടപെടുക, അല്ലെങ്കിൽ മക്കളോട് ഇടപെടുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചിരിക്കണം. എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഭാര്യ എപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം. എൻ്റെ മക്കൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം. അപ്പോഴേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ എന്ത്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. ഇതാണ് എൻ്റെ സ്നേഹത്തിന്റെ ഒരു രീതി. ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന്, മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോഴാണ്. പക്ഷെ ഇതേപോലെ ആവണമെന്നില്ല മക്കൾക്ക്, ഇതേപോലെ ആവണമെന്നില്ല ഇണകൾക്ക്. ചിലപ്പോൾ ഇണകൾക്ക് എന്താണ്ടാകുക, ഞാൻ പല വർക്കും ചെയ്യുന്ന സമയത്ത്, അതാരാവട്ടെ, ആണാണ് ഇപ്പോൾ അതാണ് ഇണ എന്ന പദം ഉപയോഗിച്ചത്, ഞാനൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് എന്നെ സ്നേഹിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ സ്നേഹത്തിന്റെ ഭാഷ ഉണ്ട്, ഡിഫറെന്റ്, ഒരു 5ഓളം ഭാഷകളുണ്ട്. എൻ്റെ സ്നേഹത്തിന്റെ ഭാഷ ആവണമെന്നില്ല എൻ്റെ ഇണയുടെ ഭാഷ.
എൻ്റെ സ്നേഹത്തിന്റെ ഭാഷ ആവണമെന്നില്ല എൻ്റെ മക്കളുടെ ഭാഷ. കാരണം ഇപ്പോൾ നമ്മൾ നമ്മളെ മക്കളോട് സ്നേഹിക്കുന്നത് എങ്ങനെ ആയിരിക്കും? നമ്മൾ നമ്മളെ മക്കളോട് ഇടപെടുന്നത് എങ്ങനെ ആയിരിക്കും? നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ നമ്മോട് ഇടപെട്ടത് അതിന്റെ ഒരു കോപ്പി പേസ്റ്റ് ആയിരിക്കും അധികം ചെയ്യുന്നത്. അതൊന്ന് സൂക്ഷിക്കണമെങ്കിൽ, അതൊന്ന് ശ്രദ്ധിക്കണമെങ്കിലേ, നമ്മൾ നമ്മുടെ മക്കളോട് ചൂടാവുന്ന സമയത്ത് ചില പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. ആ പദങ്ങൾ തികച്ചും നമ്മുടെ രക്ഷിതാക്കൾ നമ്മളോട് ചൂടായ പദങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് എന്താണോ കിട്ടിയത് അങ്ങനെ കൊടുക്കുന്ന രീതി. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, എൻ്റെ ഇഷ്ടങ്ങളാവണം എന്നില്ല എൻ്റെ ഇണയുടെ ഇഷ്ടങ്ങൾ. എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവണം എന്നില്ല എൻ്റെ മക്കളുടേത്. ഇവിടെയാണ് എല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവരും വ്യത്യസ്തരാണ്. ഈ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് അണ്ടർസ്റ്റാൻഡിങ്, ശരിക്കും സ്നേഹം എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഒരു മേഡം പറഞ്ഞു, കാശും മക്കളുടെ കാര്യങ്ങളല്ല, കൂടെ സപ്പോർട്ടാണ് ആ മേഡത്തിന്റെ ശരിക്കുള്ള സ്നേഹത്തിന്റെ ഭാഷ എന്നുള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാശും കാര്യങ്ങളല്ല, അത് അതൊരു സെക്കൻഡ് സാധനമാണ്. അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഒരിക്കലും സന്തോഷമില്ല, അവരൊരിക്കലും നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നില്ല നമ്മൾ പറയേണ്ടി വരും. അതല്ലല്ലോ റിയാലിറ്റി. സ്നേഹം എന്ന് ശരിക്കും മനസ്സിലാക്കലാണ്. നമ്മളെ മക്കളെ മനസ്സിലാക്കല്, നമ്മുടെ ഇണയെ മനസ്സിലാക്കല്. സാധാരണ ഞാൻ എടുക്കുന്ന വിഷയം കപ്പിൾ കഫകളാണ്. ഒരിക്കൽ കല്യാണം കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞ് ഒരു 50 വയസ്സിലെ താഴെ ആളുകൾക്കാണ് ഈ കപ്പിൾ കഫേ നമ്മൾ സാധാരണ നടത്താറുള്ളത്. കഴിഞ്ഞ വർഷം നടത്തിയതിൽ ഒരു 20 വർഷം കഴിഞ്ഞ് രണ്ട് പേരുണ്ടായിരുന്നു. അവരോട് എഴുതി വിളിച്ചു, അവസാനം ഒരു ലെറ്റർ കൊടുത്ത് എഴുതിപ്പിക്കോ, നിങ്ങളുടെ ഭാര്യയുടെ 5 ഇഷ്ടങ്ങൾ എഴുതാൻ, ഭർത്താവിന്റെ 5 ഇഷ്ടങ്ങൾ എഴുതാൻ. എഴുതി നോക്കി അവസാനം പരസ്പരം കത്ത് കൈമാറി. ഭാര്യ ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്. കാരണം ഒരു ബന്ധമല്ല, 20 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ പ്രയോറിറ്റി ബേസിൽ ഒരു 5 ഇഷ്ടങ്ങൾ എഴുതാൻ സാധിക്കുന്നില്ലെങ്കിൽ ദെൻ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? അല്ലെ എൻ്റെ ഇപ്പൊ വലിയ മക്കളാവട്ടെ, ആരാവട്ടെ, എൻ്റെ മക്കളെ ഇഷ്ടങ്ങള്, എൻ്റെ മക്കളുടെ സ്വപ്നങ്ങള് ഞാൻ അറിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് കണക്ഷൻ വരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് സ്നേഹം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കലാണ്, അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങള്, അവരുടെ എക്സ്പെക്ടേഷൻ, അപ്പോഴാണ് നമ്മളത് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ ഇണയുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ ഫ്രണ്ട്സുടെ അവരുടെ സ്വപ്നങ്ങള്, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ നീഡുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് മീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മുടെ ഭാര്യമാരാണെങ്കിൽ, നമ്മുടെ ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്കൊരു ഇമോഷണൽ നീഡുകൾ ഉണ്ടാവും, സോഷ്യൽ നീഡുകൾ ഉണ്ടാവും. എൻ്റെ നീഡ് ആവണം എന്നില്ല എൻ്റെ ഇണയുടെ നീഡ്. ഞാൻ കൃത്യമായി മനസ്സിലാക്കി ബോധപൂർവം അത് ചെയ്തു കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് ഞാൻ പറയുന്നത് അണ്ടർസ്റ്റാൻഡ്, ഇണയെ മനസ്സിലാക്കലാണ്. ഈ ഇണയെ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സെൽഫ് അവെയർ എന്ന് പറയുമല്ലോ, സെൽഫ് അവയർനെസ്, സ്വന്തത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളെ കുറിച്ച് കൂടുതൽ ശരിക്കും ആർക്കാണ് അറിയാം? ഒന്ന് പങ്കുവെച്ചാണ്. നമ്മളെ ഓരോരുത്തരെ പറ്റി കൂടുതൽ അറിയാൻ ആർക്കാണ്? നമുക്ക് തന്നെ സാർ. നമുക്ക് തന്നെ. നമുക്ക് തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോ ഒരു കാലത്ത് നമ്മളൊക്കെ ചിലപ്പോ അറിയാ സോഷ്യൽ മീഡിയ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. കാരണം ഒരു 25 26 അല്ലെങ്കിൽ 30-ലധികം ലേക്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറൊക്കെ കൃത്യമായി ആർക്ക് മനസ്സിലാക്കി തുടങ്ങി? സോഷ്യൽ മീഡിയക്ക്. റെക്കമെൻഡ് വീഡിയോകള്, റെക്കമെൻഡ് സൈറ്റുകള്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നേരെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ നമുക്ക് വരും. കാരണം നമ്മുടെ ടേസ്റ്റ് ആർക്ക് മനസ്സിലായി? അവർക്ക്. പക്ഷെ നമുക്ക് നമ്മെ കൃത്യമായി മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കി എന്നതില് നമ്മുടെ സോട്ടാലിസും കാര്യങ്ങളെല്ലാം പറയുന്നത്, നമ്മുടെ ബന്ധങ്ങളില് നാം ശരിക്ക് നമ്മുടെ ഭാര്യയിൽ നിന്ന് കൃത്യമായി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്, എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായ ഒരു ബോധ്യം നമുക്ക് വേണം. അതുപോലെ തന്നെ
നമ്മൾ എങ്ങനെയെല്ലാമാണ് മറ്റുള്ളവർ ഇടപെടുന്നത്, നമ്മുടെ ഇമോഷൻസ് എന്താണ്, ഏത് ഇമോഷൻസിലാണ് നമ്മൾ എപ്പോഴും ഒരേപോലെയാണോ നമ്മൾ പങ്കുവെക്കാറുള്ളത്, എപ്പോഴാണ് അനാവശ്യമായി ദേഷ്യപ്പെടാറുള്ളത്. ഇതേപോലെ നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം മറ്റുള്ളവർ എത്ര കണ്ട് സ്വാധീനിക്കുന്നുണ്ടോ. ശരിക്കും സെൽഫ് അവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആൻഡ് മീ ഉണ്ട്. സ്വന്തത്തെ മനസ്സിലാക്കലുണ്ട്, മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ നമ്മെ മനസ്സിലാക്കലുണ്ട്. ആ മീയെ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ then 3 A's. The first one, accept, aware where you are. ഇപ്പൊ നമ്മുടെ ഈ വിഷയത്തിലാണ്, റിലേഷൻഷിപ്പിന്റെ വിഷയത്തിലാണെങ്കിൽ എന്റെ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ്. ഇപ്പൊ പലരും നല്ല മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്നവരായിരിക്കും ഉണ്ടാവുക, അതിന് നല്ല ഉപദേശങ്ങൾ കേൾക്കുന്നവരായിരിക്കും ഉണ്ടാവുക. പക്ഷേ ആ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴെല്ലാം നമ്മിൽ വല്ല മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് സ്റ്റാറ്റസ് എന്താ കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ അതിനാണ് നേരത്തെ മാർക്ക് കൃത്യമായി എഴുതാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ ഇടപെടുന്ന ഓരോ കണക്ഷൻസിനും, ഓരോ ബന്ധങ്ങളിലും എൻ്റെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്, എൻ്റെ പെരുമാറ്റം എല്ലാം അവർ കൃത്യമായി സാറ്റിസ്ഫൈഡ് ആണോ. aware where you are, നാം എവിടെയാണ് കൃത്യമായി മനസ്സിലാക്കണം. then second one, accept yourself. നാം നമ്മെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞു നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്കാണ് അറിയാ എന്ന് നിങ്ങൾ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നെഗറ്റീവ്, നമ്മുടെ സ്ട്രെങ്ത്തുകളും നമ്മുടെ കഴിവുകളും മാത്രമല്ല, നമ്മുടെ വീക്ക്നെസ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ചില കുറവുകൾ, ഇപ്പൊ നമ്മുടെ ഈ വിഷയമാണെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ കുറവുകൾ എന്തെല്ലാമാണ്. ചില കുറവുകൾ പേഴ്സണാലിറ്റിയിലുള്ള കുറവുകളല്ല ഞാൻ പറയുന്നത്, ചില ന്യൂനതകൾ ഉണ്ടാവും. ആ ന്യൂനതകൾ എന്താണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ നമുക്ക് മറ്റുള്ള ഇടപെടാൻ സാധിക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മൂഡ് പീരീഡിന്റെ പോലെ മൂഡ് സ്വിംഗിങ് ഉണ്ട്. പ്രത്യേകിച്ച് ലേഡീസിന് എന്തുണ്ട്, ഒരു മാസത്തില് ഒരു പ്രത്യേകം 3-4 ദിവസം അവരുടെ മൂഡ് കൃത്യമായി ചേഞ്ച് ആവും. ആ സമയത്ത് അവർ ഇടപെടുമ്പോൾ നല്ല ദേഷ്യമായിരിക്കും ഉണ്ടാവുക. അത് കൃത്യമായി അവർക്കും ബോധ്യം വേണം, അവരോട് ഇടപെടുന്ന മറ്റുള്ളവർക്കും ബോധ്യം വേണം. വേറെ കാര്യം. ഇതേപോലെ നമ്മുടെ നെഗറ്റീവ് എന്താണ്, ചില കാര്യങ്ങൾ നമുക്കുണ്ട്, നമുക്ക് പെട്ടെന്ന് മാറാൻ സാധിക്കില്ല, നമുക്ക് നമ്മളാവാനേ സാധിക്കുള്ളൂ. ഇവിടെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഞാൻ ഉഷാറാണ്, ഇനി നല്ല ഭർത്താവും, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഭാര്യയാവും എന്നിങ്ങനെ തുടങ്ങും. പിന്നെ വീണ്ടും നമ്മളിലേക്ക് മടങ്ങും. കാരണം എന്താണ്, നമ്മുടെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല. എല്ലാവരും വ്യത്യസ്തരാണല്ലോ. ചില കുറവുകൾ നമുക്കുണ്ട്. ആ കുറവ് ഉള്ളവനാണ് ഞാൻ, അങ്ങനത്തെ എന്നെയാണ് മറ്റുള്ളവർ മുന്നിൽ പ്രകടിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മൾ നമ്മെ കൃത്യമായി മനസ്സിലാക്കി നമ്മെ അതേപോലെ സ്വീകരിക്കണം. ഏതുപോലെ, ഇപ്പൊ നമ്മുടെ മക്കള്, എല്ലാ മക്കളും ഒരുപോലെയല്ല. ആ കുട്ടി വിജയിക്കുമ്പോൾ മാത്രമല്ല അവനെ സ്വീകരിക്കേണ്ടത്, പരാജയപ്പെട്ടാലും അവൻ നമ്മുടെ മക്കൾ തന്നെയാണ്. ചില പ്രയാസങ്ങൾ നമ്മുടെ ഇണയിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴും അവർ നമ്മുടെ ഇണ തന്നെയാണ്. ആക്സെപ്റ്റ്, നമ്മെ മനസ്സിലാക്കേണ്ടതുണ്ട്, മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു സ്വന്തത്തെ റിയാലിറ്റി മനസ്സിലാക്കുന്ന ചെറിയ ഉദാഹരണം. ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് തിരൂരാണ്, എൻ്റെ നാടുള്ളത് പാലക്കാട് ചെർപ്പശ്ശേരിയാണ്. ഇവിടെ സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യണം. ഇവിടെ ഇപ്പൊ ഒരു 3 വാഹനം ഉണ്ട്. ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, ഒരു സൈക്കിൾ ഉണ്ട്, ഒരു ഇന്നോവ കാറുണ്ട്. ഇതിന്റെ 3 ഡ്രൈവറോടും പറഞ്ഞു, രാവിലെ പറഞ്ഞു വൈകുന്നേരം 3 മണിക്ക് മുമ്പ് കോഴിക്കോട് എത്തണം എന്ന് പറഞ്ഞു. ഇന്നോവക്കാരൻ മനസ്സിലാക്കി എനിക്ക് 2 മണിക്കൂർ മതി, അവന് കൃത്യം 1 മണിക്ക് പുറപ്പെട്ടാൽ മതി, 12 അവന് പുറപ്പെടും. പക്ഷെ ഓട്ടോറിക്ഷക്കാരൻ, ഞാൻ എന്താ ചെയ്യാ, എപ്പോഴാണോ എൻ്റെ കൂട്ടുകാരനാണല്ലോ ഇന്നോവക്കാരന്റെ ഡ്രൈവർ, ഇന്നോവന്റെ ഡ്രൈവർ, അപ്പൊ ഇന്നോവക്കാരൻ എപ്പോഴാണോ പുറപ്പെടുന്നത് അപ്പോഴേ ഞാൻ പുറപ്പെടുള്ളൂ. സൈക്കിളേറിനും ഇവർ രണ്ടുപേരും എൻ്റെ കൂട്ടുകാരാണല്ലോ, അവരെപ്പോ അപ്പോഴും പുറപ്പെട്ടാൽ മതി. ഇനി എന്തായിരിക്കും അവസ്ഥ? ഇന്നോവക്കാരൻ പോയി തിരിച്ചെത്തി കഴിഞ്ഞാലും ഓട്ടോറിക്ഷക്കാരൻ മലപ്പുറത്ത് എത്തിയിട്ട് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവിടെ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ടാവും. ഇനി സൈക്കിളേറിനാണെങ്കിലോ എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ? അപ്പൊ ഈ 3 ആളുകൾക്കും അറിയണം എൻ്റെ വാഹനം ഏതാണ്, ഞാൻ എങ്ങനെല്ലാം പോവണം. എനിക്ക് സൈക്കിൾ ആണെങ്കിൽ ചില കുറവുകളുണ്ട്, ഇന്നോവന്റെ പോലെ സ്പീഡ് എനിക്കില്ല, അതുകൊണ്ട് 5-6 മണിക്കൂർ മുമ്പേ ഞാൻ ഇറങ്ങേണ്ടി വരും. ഇതേപോലെ നമ്മളെ കുറിച്ച് ചില റിയാലിറ്റികൾ ഉണ്ട്.
ആ റിയാലിറ്റിയോട് കൂടെ നമുക്ക് നമ്മളാവാൻ സാധിക്കുള്ളൂ. നമ്മൾ വേറെ ആളെ ശ്രമിച്ചു കഴിഞ്ഞാൽ കാക്ക നടക്കാൻ പഠിച്ചതുപോലെ ആയിരിക്കും. പറക്കൽ മറക്കും ചെയ്യും, എന്നാൽ ശരിക്കും മറ്റുള്ളവരെ നടക്കാൻ സാധിക്കൂല. ഈ മുഖംമൂടി ഉണ്ടല്ലോ, അവിടെ പ്രശ്നമുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ അവെയർ വേർ യു ആർ, നമ്മൾ എവിടെയാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം. ദെൻ ആക്സെപ്റ്റ്, നമ്മെ തന്നെ കൃത്യമായി മനസ്സിലാക്കണം. ദെൻ ലാസ്റ്റ് എ എന്ന് പറയുന്നത് അവോയ്ഡ് വോണ്ട് ഹെൽപ്പ് യു. അവോയ്ഡ് വോണ്ട് ഹെൽപ്പ് യു. നമ്മുടെ ബന്ധങ്ങളെ സഹായിക്കാത്ത കാര്യങ്ങളെ നമ്മൾ കൃത്യമായി ഒഴിവാക്കണം. എല്ലാവരും ഒന്ന് പറ്റാവുന്നവരാണെങ്കിൽ ഓണാക്കുക, വീഡിയോ ഓണാക്കുക, അല്ലെങ്കിൽ എൻ്റെ നിർദ്ദേശത്തിന് അനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്യാം. ഞാൻ 1 എന്ന് പറയുമ്പോൾ 1 ക്ലാപ്പ് ചെയ്യാം, 2 എന്ന് പറയുമ്പോൾ 2 ക്ലാപ്പ് ചെയ്യുക, 3 എന്ന് പറയുമ്പോൾ 3 ക്ലാപ്പ് ചെയ്യുക. അത്ര മാത്രം. വീഡിയോ ഓണാക്കുന്നവർ ഓണാക്കുക, അല്ലാതെ ഇതാവണമെന്നില്ല. 1 കാര്യം കിട്ടിയെന്ന് മനസ്സിലാക്കുക. 1 എന്ന് പറയുമ്പോൾ 1 ക്ലാപ്പ് ചെയ്യുക, 2 എന്ന് പറയുമ്പോൾ 2 ക്ലാപ്പ് ചെയ്യുക, 3 എന്ന് പറയുമ്പോൾ 3 ക്ലാപ്പ് ചെയ്യുക. അത്ര മാത്രം. ഓക്കെ, 1 2 3 4 5. സമയം കുറവാണ്. ഞാൻ ഇപ്പൊ 100 വരെ എണ്ണുകയാണെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളിപ്പോ എന്താ പറഞ്ഞത്? 1 ആവുമ്പോ 1, 2 ആവുമ്പോ 2, 3 ആവുമ്പോ 3. അത്ര മാത്രം ഞാൻ 2 വട്ടം എടുത്തു പറഞ്ഞു. ഇവിടെ 4, 5 എണ്ണുമ്പോഴൊക്കെ ഇനി ഞാൻ 100 വരെ എണ്ണുകയാണെങ്കിൽ യെസ്. ഇനി മേഡം പറയും, എന്തുകൊണ്ടാണ് നിങ്ങൾ 4നും 5നൊക്കെ അടിച്ചത്? ഒരു റെസ്പോൺസ് ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അടിച്ചത്? ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയി. ചില ആൾക്കാർ അടിച്ചിട്ടില്ല, ഒരു ഫ്ലോയില്. ബഷീർ സാറ് പറയൂ. ഞാൻ അടിച്ചിട്ടില്ല. അതാ പ്രായത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് അവിടെ പൊടിച്ചു നിന്നിട്ടുണ്ട്. ഉഷാറ്. ഞാൻ അടിച്ചു സാറേ, കാരണം ഞാൻ അംഗൻവാടി കുട്ടികളോട് 1 പറയുമ്പോ 1, 2 അങ്ങനെ അടിപ്പിക്കാറുണ്ട്. അതേപോലെ എന്തെങ്കിലും ആക്ടിവിറ്റി അടിച്ചു പോയതാ. അതാ വിഷയം. നമ്മളുണ്ടല്ലോ മുന്നത്തെ കണക്ക് പ്രകാരമാണ് കണക്ട് ചെയ്യല്. മുമ്പ് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കും. കഴിഞ്ഞ ഇന്നലെ ദിവസങ്ങളിൽ നമ്മുടെ ഭർത്താവ് ഇങ്ങനെയാണ് പെരുമാറിയത്, അപ്പൊ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും പെരുമാറുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മറുപടി ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഈ കണക്ഷനിലെ ഇവിടെയാണ് നേരത്തെ നമുക്ക് ഹെൽപ്പ് ചെയ്യാത്ത ഒരു ഫ്ലോ ആണ്. ഇന്നലെ എന്താണോ അതന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അല്ല, അതെവിടെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാത്ത ചില കാര്യങ്ങൾ ഒഴിവാക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇപ്പൊ പറയുന്നത് പിടിവാശി അല്ലെങ്കിൽ മർക്കട മുഷ്ടി എന്ന് പറയാലോ. എന്താ ഈ മർക്കട മുഷ്ടി എന്ന് പറഞ്ഞാല്? നമ്മൾ ഈഗോ ഒക്കെ പറയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കുറെ പേരുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയെ പറയുന്നത്. മർക്കട മുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പറയൂ. സോറി, ഞാൻ പിടിച്ച മാനിന് 4 കൊമ്പ്. ഞാൻ പിടിച്ച മാനിന് 4 കൊമ്പ്. മർക്കടം പറഞ്ഞ കുരങ്ങനാണ്. കുരങ്ങ ഒരു കയ്യില് കുപ്പിയില് കൈയിട്ടു, എന്നിട്ട് അവിടെ കടലെടുത്ത സമയത്ത് കടലിങ്ങനെ കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കൈയിനെടുക്കുമ്പോ കൈ എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം കൈ ഇടുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് കൈയിട്ട് അവിടെ എത്തിയിട്ട് കടലെടുത്ത സമയത്ത് എന്താണ്, ആ കടൽ ഒഴിവാക്കിയാൽ മാത്രമേ കൈ മുഴുവനായി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ കടൽ ഒഴിവാക്കില്ല. എനിക്ക് ഈ കടൽ തന്നെ വേണം. പക്ഷെ അപ്പൊ കടല വേണം എന്ന് വാശി പിടിക്കുന്ന സമയത്ത് പിന്നെ കൈ എടുക്കുന്ന സമയത്ത് കുപ്പി പൊട്ടും, കയ്യിന് മുറിയാവും. ദാറ്റ്സ് എ മർക്കട മുഷ്ടി, കുരങ്ങന്റെ മുഷ്ടി. ഇതാണ് നമ്മുടെ കൈയുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സന്തോഷമാണ്, നമ്മുടെ സമാധാനമാണ്. ഈ സമാധാനമായ നമ്മുടെ കയ്യും നമ്മുടെ ജീവിതത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ മുറുകെ പിടിച്ച വാശി ഉണ്ടല്ലോ, ഈ വാശി നമ്മൾ ഒഴിവാക്കണം. ഈ വാശി ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ കുപ്പി പൊട്ടും, ജീവിതം നശിക്കും, കയ്യുമ മുറിയാവും, നമുക്ക് സമാധാനം നഷ്ടപ്പെടും. ആ മർക്കട ഒഴിവാക്കണം. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ എന്നെ മനസ്സിലാക്കലും മറ്റുള്ളവരെ മനസ്സിലാക്കലും. എമ്പതി എന്ന് സിമ്പതി അല്ല എമ്പതി എന്ന് പറയുന്നത്. ഒരു ശരിയല്ല ഈ ലോകത്തുള്ളത്. മനസ്സിലാക്കണം. എൻ്റെ ഒരു കൂട്ടുകാരനൊരു കവിത ഉണ്ട്, 2 ശരികൾ ക്രോസ് ആവുമ്പോൾ മാത്രമാണ് ഒരു തെറ്റുണ്ടാവുന്നത്. ഒരു ശരി അങ്ങോട്ടും
ഒരു ശരി ഇങ്ങോട്ട് ഇടുമ്പോഴാണ് തെറ്റുണ്ടാകുന്നത്. രണ്ട് ശരികൾ ലോകത്തുണ്ട്. അപ്പൊ ഇതും ശരിയാണ്, അതും ശരിയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളും ചില റിയാലിറ്റികളുണ്ട്. എൻ്റെ ഇണ പറയുന്ന കാര്യങ്ങൾ റിയാലിറ്റികളുണ്ട്. നാം പറയുന്ന എൻ്റെ സ്വപ്നങ്ങളിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾ പറയുന്ന കാര്യങ്ങളും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളണം. നമ്മളെ പോലെയല്ല നമ്മുടെ മക്കള്. ഇപ്പൊ കുറെ പ്രായമുള്ള രക്ഷിതാക്കളാണെങ്കിൽ മക്കൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും ഉണ്ടാകുക. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ലോകാണ്. നിയന്ത്രിക്കാനേ സാധിക്കുള്ളൂ. തീരെ ഒഴിവാക്കാൻ സാധിക്കില്ല. ഒഴിവാക്കാൻ പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഇവിടെ 6 ഉണ്ടല്ലോ, എപ്പോഴും കേൾക്കുന്ന 6. ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 6 മറു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 9. നേരെ ഇപ്പൊ അത് നമ്മളെ ഫാമിലിക്ക് വല്ല ഉദാഹരണത്തിന് കിട്ടാൻ നോക്കുകയാണെ, ഒരു സൈഡിൽ ഭർത്താവ് നിൽക്കാണ്, മറ്റു സൈഡിൽ ഭാര്യ നിൽക്കാണ്. ഇത് 6 ഭർത്താവ് പറയുന്നു. എന്നിട്ട് എനിക്ക് പറയേണ്ട കുറെ തെളിവുകൾ, ന്യായങ്ങളുണ്ട്. ഇങ്ങനെ 6 എവിടെ പഠിച്ചാൻ പോയി എന്നൊക്കെ ചോദിക്കും. ഇപ്പുറത്ത് നിന്നിട്ട് ഭാര്യ പറയും ഇത് 9. നിങ്ങൾ എന്ത് മനുഷ്യനാണ്, ഇത് 9. ഒന്ന് സ്ഥലം മാറിയൊക്കെയാണ്, ഒന്ന് പരസ്പരം മനസ്സിലാക്കിക്കണേ. ദൈവമേ, ഇതിനായിരുന്നോ ഇത്ര കാലം ഞാൻ ചൂടായിരുന്നത്? ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് 9 ഭാര്യ തിരിച്ച് ഇങ്ങോട്ടും പറയും ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് 6 എന്ന്. നമ്മൾ കുറേയാണ് പിണങ്ങുന്ന സമയത്ത് മനസ്സ് തുറക്കുന്ന ഒരു സമയമുണ്ട്. ഓ, ഇതിനായിരുന്നോ ഞാൻ എന്നോട് തെറ്റിയത്? ഇതിനായിരുന്നു ഞാൻ ചൂടായത്? ഇതായെന്ന് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ പറയുന്നതും റിയാലിറ്റി ആയിരിക്കും, മറ്റുള്ളവരും പറയുന്ന റിയാലിറ്റി ആയിരിക്കും. നേരത്തെ ബഷീർ സാർ പറഞ്ഞ പോലെ ഞാൻ പിടിച്ച മാനിന് 4 കൊമ്പ്, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. കൊമ്പേ ഇല്ല, എന്നാലും നമ്മൾ പറയുക കൊമ്പുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവോയ്ഡ് വോണ്ട് ഹെൽപ്പ് യു. നമുക്ക് ഗുണമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. നമ്മുടെ ബന്ധങ്ങൾക്ക് തടസ്സമാവുന്നു. ഇപ്പോ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ തിരൂരടുത്തൊരു സ്കൂളിൽ നിന്ന് ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നു, ഉമ്മയോടുള്ള വെറുപ്പിന് പറഞ്ഞിട്ട്. കാരണം ഇപ്പൊ ഉമ്മ എല്ലാ സമയത്തും വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. മനസ്സിലായില്ല? ഈ ഗെറ്റ് ടുഗദറിന് ശേഷം ഇപ്പോഴത്തെ ഒരു ഇതാണ്, ഒരു 30 to 45 വയസ്സിലുള്ള കുറെ ആണുങ്ങൾ, ബോയ്സ്, ജെൻസ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഇവിടുന്ന് ട്രാപ്പാണത്. ഫുള്ള് സംസാരമാണ്. നല്ലതാണ്, ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. മുമ്പത്തെ ബന്ധങ്ങൾ നല്ല പുതുക്കാക്കല്ല, മാന്യമായ രീതിയിൽ നമ്മൾ റിയൽ ബന്ധങ്ങളെ, നമ്മുടെ ഇന്റിമസി നിലനിർത്തേണ്ട, കൂടുതൽ ഇന്റിമസി നിലനിർത്തേണ്ട ബന്ധങ്ങളെ, അതിന് തടസ്സമാവുന്ന മറ്റു ബന്ധങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ ബന്ധങ്ങൾ ഒന്ന് ദൃഢമാക്കാൻ ഞാൻ മനസ്സിലാക്കുന്ന വിഷയം, നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൃത്യമായി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാല് തല്ലണം എന്ന അർത്ഥത്തിനല്ല പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂടുതൽ ദേഷ്യപ്പെടുന്നത് ശരിക്കും ദേഷ്യം വന്നിട്ടാണോ സങ്കടം വന്നിട്ടാണോ? ഒന്ന് പങ്കുവെച്ചാണ്. നമ്മൾ മക്കളോട് ദേഷ്യപ്പെടുന്നത്, നമ്മുടെ ഇണയോട് ദേഷ്യപ്പെടുന്നത് ശരിക്കും ദേഷ്യമാണോ അല്ല സങ്കടമാണോ? സങ്കടം. പിന്നെ ചില വിഷയങ്ങളിൽ മാത്രമേ ദേഷ്യം വന്നിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്നുള്ളൂ. ആ സങ്കടത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ് ദേഷ്യം കൊണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മക്കള് സാധാരണ 5 മണിക്ക് വീട്ടിലേക്ക് എത്തലുണ്ട്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ, കോളേജ് വിട്ട് കഴിഞ്ഞാൽ കൃത്യം 5 മണിക്ക് എത്തലുണ്ട്. ഇപ്പോഴൊരു ദിവസം 5 മണിക്ക് എത്തിയില്ല, 6 മണിയായി, 7 മണിയായി, 8 മണിയായി. ഈ മക്കളെ കാണാതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും നിങ്ങളുടെ ഫീലിങ്? ഒന്ന് പങ്കുവെക്കേ. സാധാരണ 5 മണിക്ക് വരുന്ന മകനാണ്, മകളാണ്, 8 മണിയായിട്ടും എത്തിയില്ല. വാട്ട് യു ഫീൽ? ആ സമയത്ത് നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കും? പേടി, ടെൻഷൻ, സങ്കടം, ടെൻഷൻ. ഇനി 9:30 കുട്ടി വന്നു കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യുക? അതിന്റെ ദേഷ്യപ്പെടും. എന്താ ചെയ്യാ? അല്ല, സ്വാഭാവികമായിട്ടും അത് മനസ്സിലായില്ല. ഈ സ്വാഭാവികമായിട്ടും നിനക്ക് മനസ്സിലായില്ല. നമ്മൾ അങ്ങനെ ശൈലി അങ്ങനെയാണ്. ഇവിടെയാണ് നമുക്ക് സങ്കടം വന്നിക്കാണ്. ഈ സമയത്ത് നമ്മൾ പറയണം, മോനെ ഈ ഒരു 5 മണിക്ക് വരുന്ന ആള് ഒരു 2 മണിക്കൂർ വൈകിയ സമയത്ത് അമ്മക്ക് ഭയങ്കര ടെൻഷനായിട്ടോ, ഞാൻ ആകെ ബേജാറായി, എനിക്ക് പ്രഷർ ഇതൊക്കെ അടിച്ചു കയറുന്ന അവസ്ഥയായിരുന്നു. ഇനി എന്നെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത് കേട്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ശരിക്കുള്ള
ഒരു കാര്യം പങ്കുവെച്ചാൽ എങ്ങനെയായിരിക്കും? പിന്നെ ആ കുട്ടി അനാവശ്യമായിട്ട് വൈകിയതാണെങ്കിൽ വൈകുമോ, ഡിലേ ആവുമോ? നിങ്ങൾ പറഞ്ഞാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇണയുടെ ചില പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നമുക്ക് സങ്കടം വരികയാണെങ്കിൽ ആ സമയത്തല്ല അതെല്ലാം റിലീഫായ സമയത്ത്, നോർമൽ ഇരിക്കുന്ന സമയത്ത്, നോർമൽ ആ സമയത്ത് പോയിട്ട് പറയണം, നിങ്ങളാ ചെയ്തത്, നിങ്ങളാ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര സങ്കടമായി, ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചാലോ എന്തായിരിക്കും ഒരു റിസൾട്ട്? നിങ്ങളൊന്ന് പങ്കുവെക്കും. ഹലോ, കേൾക്കുന്നുണ്ട് സാറേ. അല്ലാതെ ആ റെസ്പോൺസ് പറയും. ശരിയാണ്. ആ ഫീൽ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോ അവരത് ആക്സെപ്റ്റ് ചെയ്തെന്ന് വരും. നാളെ അത് ആവർത്തിക്കില്ല എന്ന് വരും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇമോഷൻസ് എന്താണോ അത് എന്താണെന്ന് പ്രകടിപ്പിക്കുക, അതിന്റെ റിസൾട്ട് അല്ല. കാരണം ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അടച്ചു വെക്കണം എന്നല്ല പറയുന്നത്, ആ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് തീരെ ഇല്ലാത്തത്, മക്കളെന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാ പ്രായത്തിലുള്ള ആളുകളും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗം കൂടുതലായത് കൊണ്ടും ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ ആത്മഹത്യ ഇതാകുന്നത്. ആള് കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് ആഘോഷമാക്കിയിട്ട് തന്നെ ആത്മഹത്യ ചെയ്യണം. ചെറിയൊരു കാരണം മതി. ഇപ്പൊ ചില പ്രതിസന്ധികൾ നമ്മൾ ഉണ്ടാവാനും ചില നെഗറ്റീവ് നമ്മൾ ഉണ്ടാവാനും കാരണം എന്താണ്? നമുക്ക് നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ വിഷയം സംസാരിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി ആ ഇമോഷനെ കൃത്യമായിട്ട് പ്രകടിപ്പിക്കാണ് വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ റിസൾട്ട് അല്ല. പിന്നെ വേണ്ടത് ഒരു സഹകരണമാണ്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാം. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിലും എന്ത് വേണം? അത് നെഗറ്റീവ് പദം എന്ന അർത്ഥത്തിനല്ല പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, അഡ്ജസ്റ്റ്മെന്റിന് അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു സഹകരണമാണ്. അതായത് ചൈനക്കാര് സ്വർഗം കാണാൻ പോയ ഒരു കഥ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വർഗം നരകം കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ആദ്യം നരകം കാണിച്ചു. ഒരു വട്ടമേശയാണ്, അതിന്റെ 4 പുറം ഒരു 20ഓളം പേര് ഇരിക്കുന്നുണ്ട്. ആ ടേബിളിന്റെ മുന്നിൽ സമൃദ്ധമായ വിഭവമുണ്ട്. എല്ലാവരുടെ കൈയിന്റെ മുന്നിൽ ഒരു 2 മീറ്റർ നീളമുള്ള സ്പൂണ് കയ്യിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് കോരി തിന്നേണ്ടത്. 2 മീറ്റർ നീളമുള്ള സ്പൂണ് കെട്ടി വെച്ചിരിക്കുകയാണ്. ടേബിളിൽ 4 പുറം ഇരുന്ന് ടേബിളിന്റെ മുന്നിൽ നല്ല സമൃദ്ധമായ വിഭവമുണ്ട്. ഈ നരകവാസികൾ ഫുള്ള് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യും എന്നുള്ളത്. തൊട്ടപ്പുറത്തെ ഭാഗത്ത് സ്വർഗത്തിലെ അവകാശങ്ങളുണ്ട്. ഇവർക്ക് ഇതേ കാര്യമാണ്. 2 മീറ്റർ നീളമുള്ള സ്പൂൺ അല്ലെങ്കിൽ കയ്യിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അവരുടെ ടേബിളിന്റെ മുന്നിൽ എന്തുണ്ട്? സമൃദ്ധമായ വിഭവമുണ്ട്. പക്ഷെ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ എന്തുണ്ട്? മുഖത്തെല്ലാം സന്തോഷമുണ്ട്. ഇതെന്താ അന്വേഷിച്ചപ്പോഴാണ് സ്വർഗത്തിലെ അവകാശികള് അവർക്ക് മനസ്സിലായി, ഈ 2 മീറ്റർ നീളമുള്ള സ്പൂണ് കൊണ്ട് കോരിയെടുത്ത് എൻ്റെ സ്വന്തം വായിലേക്ക് വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ടേബിളിന്റെ മുകളിൽ നിന്ന് ആ ഒരു ഭക്ഷണം എടുത്തുകൊണ്ട് എൻ്റെ മുന്നിലുള്ള ആളുകൾക്ക് കൊടുക്കണം. അവർ എനിക്കും നൽകുന്നു. എന്നാൽ നരകവാസികൾ എന്താ ചെയ്യുന്നത്? എൻ്റെ കയ്യിലുള്ള ആ സ്പൂണ് കൊണ്ട് കോരിയെടുത്ത് എൻ്റെ സ്വന്തം വായിലേക്ക് തന്നെ വെക്കാം ഒരുങ്ങിക്കൊണ്ടേയിരിക്കാണ്, ശ്രമിച്ചുകൊണ്ടേയിരിക്കാൻ നടക്കുന്നില്ല. 2 കൂട്ടർക്കുമുള്ളത് ഒരേ വിഭവമാണ്, ഒരേ എക്യുപ്മെന്റ്സ് ആണ്, ഒരേ കാര്യം, സെയിം സാധനങ്ങളാണ്. പക്ഷെ മറ്റുള്ളവരുടെ സഹകരണം എന്നൊരു ബോധ്യം വന്നപ്പോ സന്തോഷിച്ചു. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിൽ നമ്മളും നമ്മുടെ മക്കളായി, നമ്മുടെ ഇണകളായി, നമ്മുടെ ബന്ധങ്ങൾ പരസ്പരം സഹകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ജീവിതം വളരെ സന്തോഷമായിരിക്കും ഉണ്ടാവുക, വളരെ സന്തോഷമായിരിക്കും ഉണ്ടാവും. ജോലിയിടങ്ങളിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം വീട്ടിലേക്ക് വരുന്ന സമയത്ത് പറന്നു പോകും. ഇത് സംഭവമല്ല, പലയിടങ്ങളിലും ഉണ്ടാകുന്ന എന്താ ചോദിച്ചു കഴിഞ്ഞാല് അവിടെ സ്ട്രെസ്സോട് കൂടിയാ വരുന്നത്. ഈ സ്ട്രെസ്സൊക്കെ പാടെ തീർക്കുന്നത് ഭാര്യയോട്, ഈ ഭാര്യ സ്ട്രെസ് എല്ലാം തീർക്കുന്നത് മക്കളോട്, ഈ മക്കളെല്ലാം സ്ട്രെസ് തീർക്കുന്നത് ഒന്നും പഠിക്കാതിരിക്കുക. സാധാരണ പറയാറുണ്ട് ഹൂ കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന്, ഹൂ കിക്ക്ഡ് ദ കാറ്റ്. ഒരു ചെറിയ കുട്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വളർത്തു പൂച്ച കണ്ടു. ആ പൂച്ചനെ ഈ കുട്ടി കാലുകൊണ്ട് അടിച്ചു. സംഭവം എന്താണ്?
ബോസ് ക്ലർക്ക് ഒരു ജോലിക്കാരനോട് ചൂടായിക്കാണ്, ആ ജോലിക്കാരൻ പിന്നെ നമ്മളടുത്ത ജോലിക്കാരൻ നമ്മോട് ചൂടായി, നമ്മൾ ഭാര്യയോട് ചൂടായി, ഭാര്യ മകനോട് ചൂടായി, മൂത്ത മകൻ ഈ ചെറിയ മകനോട് ചൂടായി, ആ മകൻ എന്റെ ദേഷ്യം തീർത്ത എവിടെയാണ്? പൂച്ചയോടാണ്. സത്യത്തിൽ ഈ പൂച്ചയെ കിക്കിയത് ആരാ? നമുക്ക് നമ്മുടെ അധികാരത്തിലിരിക്കുന്ന നമ്മുടെ മുകളിലിരിക്കുന്ന ആളുകളോട് ഇപ്പൊ റെസ്പോൺസ് ചെയ്യാൻ സാധിക്കില്ല. അത് മറ്റുള്ളവർ തീർക്കാണ്. അത് ഉണ്ടാവരുത്. ചില സമയത്ത് മക്കളിന് എന്തിനാ എന്റെ അമ്മ ഇപ്പൊ ഇതിനോട് ദേഷ്യപ്പെട്ടത്? ഇന്നലെ ഇതേ കാര്യം ഞാൻ ചെയ്തത്, ഇന്നലെ ദേഷ്യപ്പെട്ടില്ല, ഇന്ന് ദേഷ്യപ്പെട്ടു. ഇന്ന് വേറെ എവിടുന്നേലും സ്ട്രെസ് കയറിയിരിക്കണം. അതല്ല. അപ്പൊ നമ്മുടെ വീടിന്റെ ഇടം സന്തോഷത്തിന്റെ ഇടമാവണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷിക്കാനുള്ള ഉപകരണങ്ങളും സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ട്. അതിനെ കൃത്യമായി സഹകരണത്തോടു കൂടി കൃത്യമായിട്ട് നമ്മൾ അതിന് മാനേജ് ചെയ്യാം. എന്നാൾക്ക് നല്ലൊരു ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ബന്ധങ്ങൾ നിലനിർത്താനും സാധിക്കും. അങ്ങനെ നല്ലൊരു ബന്ധങ്ങൾ നിർത്തുവാൻ നമ്മെല്ലാം തയ്യാറാവണം. അതിനെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മനഃപൂർവ്വം തയ്യാറാവേണ്ടതുണ്ട്. ലാസ്റ്റ് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് പറ്റാവുന്നവരൊന്ന് വീഡിയോ ഓൺ ആക്കുക. ഒരു കാര്യം കൂടി, വീഡിയോ ഓണാക്കി എല്ലാവരും ഞാൻ 1 എന്ന് പറയുന്ന സമയത്ത് കയ്യിൽ നിന്ന് ഇങ്ങനെ കെട്ടുക. ഇനിയിപ്പോ 2 പറയുമ്പോ ഇങ്ങനെ ആക്കണം എന്നുള്ള ആലോചിച്ച് പോകണ്ട, വിലക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് 1 എന്ന് പറയുമ്പോ കയ്യിൽ നിന്ന് ഇങ്ങനെ കെട്ടിയേക്കണം. എല്ലാവരും ഒന്ന് കെട്ടോ. ഇപ്പോ എന്റെ വലത് കൈയാണ് മുകളില്, എന്റെ ഇടത് കൈയാണ് അടിയില്. എല്ലാവരും അതുപോലെ ആവണമെന്നില്ല, നോ പ്രോബ്ലം. നിങ്ങൾ ഏത് കൈയാണ് മുകളില്? ചിലരുടെ വലത് കൈയായിരിക്കും, ചിലരുടെ ഇടത് കൈയായിരിക്കും, നോ പ്രോബ്ലം. ഇനി ഞാൻ 2 എന്ന് പറയുമ്പോൾ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് കെട്ടണം കേട്ടോ. ഇപ്പൊ 1 എന്ന് പറഞ്ഞ് എന്റെ വലത് കൈ മുകളിലാണെങ്കിൽ ഞാൻ 2 എന്ന് പറയുന്ന സമയത്ത് ഇടത് കൈ മുകളിൽ വരണം, വലത് കൈ മുകളിൽ വരണം. ഓക്കെ, 1 നോർമലാണ്, 2 1 2 ഉഷാറാകുന്നുണ്ട്. അതായത് ഞാൻ ഈ പറയാൻ കാരണം എന്താ വെച്ചാല് ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മളൊന്ന് ചേഞ്ച് വരുത്തണമെങ്കിൽ ബോധപൂർവം ചെയ്യണം. ഇപ്പൊ ഈ മുകളിലത്തെ കൈ അടിയിലേക്കൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ റൂട്ടിൽ നിന്ന് മാറണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ എവിടെയാണോ ഏത് പോയിന്റ് ആണോ ഉള്ളത്, ഔട്ട് ഓഫ് 10 8 7 6 9 ഇനി 10 തന്നെ ആവട്ടെ, ഒന്നും കൂടി സുദൃഢമാക്കണമെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഏത് റൂട്ടാണ് പ്രശ്നമുള്ളത്, എവിടെയാണ് ചില കുറവുകളുള്ളത്, ആ കുറവിനെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ ബോധപൂർവം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ബോധപൂർവം സ്നേഹിക്കേണ്ടതുണ്ട്. എൻ്റെ ഇണയുടെ, എൻ്റെ മക്കളുടെ സ്നേഹത്തിന്റെ ഭാഷ ഏതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അങ്ങോട്ട് സ്നേഹിക്കേണ്ടതുണ്ട്. അവരെങ്ങനെയാണോ എന്നെ സ്നേഹിക്കുന്നത് എന്ന് പ്രകാരമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ഭാഷ. 5 ഭാഷയോളം സ്നേഹത്തിനുണ്ട്. എൻ്റെ ഇണയുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ ഫ്രണ്ട്സിന്റെ സ്നേഹത്തിന്റെ ഭാഷ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ഭാഷയിൽ അവരോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ മനോഹരമായി എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് നല്ല ബന്ധങ്ങൾ നിലനിർത്തി മനസ്സമാധാനത്തിനോടെ ജീവിക്കാൻ ദൈവം, പ്രപഞ്ചം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ടോക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇനി ഈ വിഷയവുമായി വല്ല സംശയമോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. കാരണം ഈ വിഷയമാണ് കൂടുതൽ ഫോക്കസ് ക്ലാസ് എടുക്കാറുള്ളത്. ഓക്കെ, ഫീദ മാഡം. യെസ് സർ, താങ്ക് യു നാഫിസ് സർ. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള സെഷൻ തന്നെയായിരുന്നു. അപ്പം ഇനി നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ്, സർ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ആർക്കെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം, ഷെയർ ചെയ്യാം. ഹായ് മാജിക് മണി, ഞാൻ തന്നെ പറയട്ടെ ആദ്യം. ഓക്കെ സിന്ധു മാം. സൂപ്പർ ക്ലാസ് ആയിരുന്നു സാറേ, സൂപ്പർ 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 ഇങ്ങനെ വേണം പറയാൻ. ഒരു സൂപ്പർ പറഞ്ഞോണ്ടൊന്നും തീരില്ല. കാരണം നല്ല ക്ലാസ് ആയിരുന്നു. ഒന്നും കൂടി നമ്മളെ ആഴത്തിലേക്ക് ചിന്തിക്കാനും നമ്മളെ കുറെ കാര്യങ്ങള് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ഈ ക്ലാസ് കൊണ്ട് സാധിച്ചു. സാറ് ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട്. ഞാനിവിടെ പറയണത് അബദ്ധമാണോ ഇനി അത് എന്താന്ന് എനിക്ക് പറയാൻ വയ്യ, എന്നാലും എൻ്റെ ഉള്ളിലുള്ള ഒരു വികാരം കൊണ്ട് പറയാണ്. സാറ് പറഞ്ഞു നമ്മളെ പെയർ എന്ന് പറയണത് നമ്മളെ മനസ്സിലാക്കുകയും നമ്മളെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരാളാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ
എന്റെ സ്റ്റോറി കേട്ടവർക്ക് അറിയാം, എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്നാ ജീവിക്കണ്ടോന്ന് വെച്ചാൽ ജീവിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. സാമ്പത്തികമായിട്ടും അല്ല നമുക്ക്, അല്ല എവിടെയും ഏത് പ്രതിസന്ധിയിലും നമ്മളെ കൂടെ നിന്ന് നമ്മൾ അത് സാരല്ല പോട്ടെ, അതെല്ലാത്തിനും ഒരു പരിഹാരം കാണാം അങ്ങനത്തെ എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് നമ്മളെ സമാധാനപ്പെടുത്തുന്ന ഒരു പെയറായിരിക്കണം നമ്മളെ കൂടെ ഉണ്ടാവേണ്ടത്. അത്ര എനിക്ക് പറയുള്ളൂ. ആ ഒരു ഭാഗ്യം പോലും നമുക്ക് കിട്ടിയില്ല. പക്ഷെ കുട്ടികൾ കുറച്ച് ആയതിനു ശേഷം കുട്ടികളിൽ നിന്നാണ് ഞാൻ അത് അനുഭവിച്ചു തുടങ്ങിയത്. സാരല്ല അമ്മ, ഞങ്ങളുണ്ട് അമ്മയുടെ കൂടെ എന്ന് പറയുമ്പോ അത് കേൾക്കുമ്പോ ഉണ്ടാവുന്ന ഒരു എന്താ പറയാ, ഞാൻ ഇമോഷണൽ ആയി പോണു. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ സാറേ, അതൊക്കെ ഓർമ്മപ്പെടുത്താനും ഒന്നും കൂടി ആ ഒരു ഫീൽ ഉള്ളിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു എന്നുള്ളതാണ്. നല്ല ക്ലാസ് ആയിരുന്നു സാറേ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ആരാ ഫീഡ്ബാക്ക് പറയുന്നേ? ഞാൻ പേര് വിളിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കോ? പറഞ്ഞു, സംസാരിച്ചോളൂ. ഇതിപ്പോ എല്ലാരും അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കലല്ലോ പോയപ്പോ എന്തായിരിക്കും എന്നുള്ളത് ഇങ്ങനെ അങ്ങനത്തെ വിഷയം എടുത്ത് ഹലോ, പറയൂ പ്രീത മാഡം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു ക്ലാസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വായിക്കാറുമുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണിത്, റിലേഷൻഷിപ്പ് എന്നുള്ളത്. സാറ് പറഞ്ഞത് ഒരുപാട് ഒരുപാട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ ഒരു ടോപ്പിക് തന്നെയാണിത്. പിന്നെ നമ്മുടെ ബി മാജിക്കിലുള്ള ആളുകളൊക്കെ ഒരുവിധം മാറി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പൊ സാറ് ഓരോ ആക്ടിവിറ്റികൾ പറയുമ്പോഴാണ് നമുക്കത് ശരിക്കും മനസ്സിലാവുന്നത്. അതായത് നമുക്ക് ഒരാളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ ഇഷ്ടം എന്താണ്, നമ്മുടെ കുട്ടികളുടെ ഇഷ്ടം എന്താണ് എന്നുള്ളത് ഇതേപോലെയുള്ള ക്ലാസ്സുകൾ മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ സാർ അത് ഒന്നും കൂടി ഡീപ്പായി അത് മാത്രം എടുത്തിട്ടാണ് സംസാരിച്ചത്. മറ്റുള്ള ആളുകൾ അത് ശരിക്കും കണക്ട് ചെയ്തിട്ട് പോവായിരുന്നു, മറ്റുള്ള ലീഡേഴ്സ്. പക്ഷെ സാർ ശരിക്കും ആ റിലേഷൻഷിപ്പ് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നു. ആദ്യം മാറേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കൾ വന്ന് ആദ്യം ദേഷ്യപ്പെടുകയാണ് ചെയ്യാന്നുള്ളത്. ശരിക്കും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അത്. ആദ്യം വന്ന് അവരോട് ദേഷ്യപ്പെടും, നേരം വൈകി ആദ്യം ദേഷ്യപ്പെടും, അതിനുശേഷമാണ് പിന്നെ സംസാരിക്കുള്ളൂ. അതിപ്പോഴും എന്റെ മോൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ പറയും ആദ്യം അമ്മ അടിക്കുക ചെയ്യുക, അതിനുശേഷമാണ് കാരണം എന്താന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ബി മാജിക്കിൽ വന്നതിന് ശേഷം അതിൽ നിന്ന് മാറ്റായി, എന്തുകൊണ്ടാണ് ഉണ്ണി വൈകിയത് എന്നുള്ളത് ആദ്യം ചോദിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഇമോഷൻ അങ്ങനെ സ്നേഹത്തോട് കൂടി പറയുമ്പോൾ അവനത് കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ മോൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ പിന്നെ അവിടെ ഒരു ക്ലാഷ് വരുന്നില്ല. അപ്പൊ പിന്നെ ആ ഒരു ബന്ധം അതുപോലെ തന്നെ നിലനിർത്തും. പിന്നീട് അവരത് ആ ഒരു ഇതിലേക്ക് ചെല്ലുമ്പോ എന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മ ഇങ്ങനെ പറഞ്ഞിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് മാറ്റം നമ്മുടെ ബി മാജിക്കിൽ വന്നിട്ട് തന്നെ ഒരുപാട് മാറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ക്ലാസ് സാറേ. എനിക്ക് ഇതുപോലുള്ള ക്ലാസ്സുകളാണ് നമുക്ക് വരേണ്ടത്. ഇതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇപ്പൊ ഇന്ന് കൂടുതലായിട്ട് പാർട്ട്ണർ, അതായത് നമ്മുടെ ദാമ്പത്യത്തിനെ കുറിച്ചാണ് സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് മക്കളെ കുറിച്ച്, നമ്മുടെ മറ്റുള്ള ഫ്രണ്ട്സിനെ കുറിച്ച്, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഓരോ പാർട്ടായിട്ട് നമുക്ക് ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാർ ഇനിയും ഇതുപോലുള്ള ക്ലാസ് ആയിട്ട് ഇനിയും വരണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം തന്നതിന്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ദിവ്യ മാം. ഹലോ, മാം പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, Yes, ma'am. നല്ലൊരു ക്ലാസ് ആയിരുന്നു, മനോഹരമായ ക്ലാസ് എന്ന് വേണം പറയാനായിട്ട്. ബന്ധങ്ങളെ കുറിച്ച് വളരെ വിപുലീകരിച്ച് പറഞ്ഞു എന്ന് വേണം പറയാൻ. വളരെ നന്നായിട്ടുണ്ട് സർ. ഓരോ കാര്യങ്ങള് നമ്മൾ ആദ്യം തന്നെ നമ്മളെ തന്നെ മനസ്സിലാക്കണം എന്നതാണ് സത്യം. പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്നതിന്റെ പിന്നില് പല സങ്കടങ്ങൾ ഉണ്ടാവാം, കാരണം അത് ആയൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമുക്ക് വേറെ വല്ല ടെൻഷൻ ആയിട്ടായിരിക്കും നമ്മൾ ദേഷ്യപ്പെടുന്നത്. അപ്പോ അത് ആ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാവുകയും നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഫാമിലിയിലായാലും റിലേഷൻഷിപ്പിലായാലും നല്ലൊരു ക്ലാരിറ്റി വരുള്ളൂ എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലായി. താങ്ക് യു സർ, വളരെ നല്ല ക്ലാസ്. ഇതുപോലെയുള്ള ക്ലാസ്സുകളാണ്, ഒരുപാട് എനർജറ്റിക് ആയിരുന്നു ഇന്നത്തെ ക്ലാസ് എന്ന് വേണം പറയാൻ. താങ്ക് യു സോ മച്ച് സർ.
ഓക്കെ, താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനി ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം, കാരണം സമയമായിട്ടുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ആരെങ്കിലും ഉണ്ടോ ഇനി ഫീഡ്ബാക്ക് പറയാൻ? ജെൻസ് ആരെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞാൽ നന്നായിരുന്നു. മണി സർ. മണി സാർ. നല്ലൊരു ക്ലാസ്സായിരുന്നു, നല്ല പ്രസന്റേഷൻ, അതുപോലെ തന്നെ നല്ല എക്സാമ്പിൾസും നല്ല ആക്ടിവിറ്റീസും ആയിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. നമ്മളെ റിലേഷൻഷിപ്പ് വളരെയധികം കെട്ടുറപ്പുള്ളതും അതും സമാധാനം സന്തോഷമുള്ളതാക്കി ഉപയോഗിക്കുന്ന ഒരു നല്ല ക്ലാസ് തന്നെ. അപ്പോൾ നമ്മൾ വേണ്ടത് സഹകരണം, അതായത് ഇമോഷൻസ് മാനേജ്മെന്റും മറ്റുള്ളവരെ അറിയാനും അവരുടെ ഭാഷയിൽ നമ്മൾ പ്രതികരിക്കാന്നുള്ളതാണ്. അപ്പൊ സാറ് പറഞ്ഞ മാതിരി 6-9 വിഷയവും പല ആക്ടിവിറ്റീസും നല്ല എക്സാമ്പിൾസും ആ സബ്ജക്റ്റ് ശരിക്കും നമ്മളെ മനസ്സിലേക്ക് എത്താനുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു റിലേഷൻഷിപ്പ് ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഇത്രയും മനോഹരമായ ഒരു ക്ലാസ് നൽകി വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. എന്നാൽ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ നാഫി സർ? ഓക്കെ, അപ്പം ഇന്ന് നല്ലൊരു സെഷൻ തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള നാഫി സാറിനും നല്ല രീതിയിൽ തന്നെ പ്രസന്റേഷൻ ആണെങ്കിലും സാറിന്റെ വേ ഓഫ് ടോക്കിംഗ് എല്ലാം ഓക്കെ. അപ്പം അതിന് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ഭാഗമായിട്ടുള്ള നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സെഷനിൽ പങ്കെടുത്തതിനും താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. Thank you, sir. Mufida. Thank you, sir. Thank you, sir. Thank you all. Thank you, sir. Thank you, sir. Thank you all.